ഒരു പ്യുവർ സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ കറണ്ട്സ് ആണ്, ഇലക്ട്രിക് കറണ്ട്സ് ആണുള്ളത് നമുക്ക് നോക്കാം. ഒരു പ്യുവർ സിലിക്കണിന്റെ ഒരു പീസിൽ അതിനെ ക്രോസ് ആക്കി നമുക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. തെർമലി ജനറേറ്റഡ് ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ ഉണ്ടാവും. അതുപോലെ ഹോൾസ് വാലൻസ് ബാൻഡിൽ ഉണ്ടാവും. ഈക്വൽ നമ്പർ ഓഫ് ഹോൾസ് വാലൻസ് ബാൻഡിൽ ഉണ്ടാവുന്ന കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം മോഷനിലായിരിക്കും. റാൻഡം മോഷനിലാകുമ്പം കൊളീഷൻസ് സഫർ ചെയ്യും. നെറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. നെറ്റ് വെലോസിറ്റി സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഇലക്ട്രിക് കറണ്ട്, നെറ്റ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് സീറോ ആണ്. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ പോസിറ്റീവ് പൊളാരിറ്റിയിലേക്ക് അട്രാക്ട് ചെയ്യും. ഈ മൂവ്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോൺ കറണ്ട് എന്ന് വിളിക്കുക. നേരത്തെ റാൻഡം മോഷനിൽ ഉണ്ടായിരുന്ന ഫ്രീ ഇലക്ട്രോൺസ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പോലെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജിന്റെ പോസിറ്റീവ് പൊളാരിറ്റിയിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പൊ ഇലക്ട്രോൺ കറണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഹോൾസ്, നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു ഇലക്ട്രോൺ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാലൻസ് ഇലക്ട്രോൺ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടക്ഷൻ ഇലക്ട്രോൺ കൊണ്ടുള്ള ഇലക്ട്രോൺ കറണ്ട് ആണ് പറഞ്ഞത്. അതുപോലെ ഒരു വാലൻസ് ഇലക്ട്രോൺ തൊട്ടടുത്ത ഹോളിലേക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ലെഫ്റ്റിൽ അതൊരു ഹോളിനെ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോൺ ഈ ഹോളിലേക്ക് വരുവാണെങ്കിൽ ആ ഇലക്ട്രോൺ വരുന്ന പ്ലേസിൽ വീണ്ടും ഒരു ഹോള് ഉണ്ടാകും. അപ്പൊ ഇലക്ട്രോൺ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻ ഇഫക്റ്റ് ഹോള് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതിന് ഇക്വാലന്റ് ആണ്. ഹോള് ഫിസിക്കലി മൂവ് ചെയ്യുന്നതല്ല, ഫിസിക്കൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ പോലും ഇലക്ട്രോൺ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇക്വാലന്റ് ആയിട്ട് വി ക്യാൻ ട്രീറ്റ് ഹോൾസ് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇലക്ട്രോൺസ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഹോൾസ് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതും ഒരു കറണ്ട് ഉണ്ടാകും. ഈ ഹോൾസിന്റെ മൂവ്മെന്റ് നമുക്ക് ഹോൾ കറണ്ട് എന്ന് വിളിക്കാം. ഹോൾസിന്റെ മൂവ്മെന്റ് കൊണ്ടുള്ള കറണ്ട് നമുക്ക് ഹോൾ കറണ്ട് എന്ന് വിളിക്കാം. രണ്ടും ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. സോ കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. ഇലക്ട്രോൺ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ്. അതുപോലെ ഹോൾസ് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് തന്നെ. ഹോൾസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ രണ്ട് കറണ്ട്സിന്റെയും ഇലക്ട്രോൺ കറണ്ടും ഹോൾ കറണ്ടും രണ്ടിന്റെ ഡയറക്ഷൻ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ കറണ്ട് നമുക്ക് ആഡ് ചെയ്യാം. ഒരു സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ കറണ്ടും വരും, ഹോൾ കറണ്ടും വരും. അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രോൺ കറണ്ടും ഹോൾ കറണ്ടും ഉണ്ടാകുന്നതെന്ന് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു ഫ്രീ ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ ഒരു ഫ്രീ ഇലക്ട്രോൺ വരിക എന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡിൽ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുക. വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോഴാണ് അത് ഫ്രീ ഇലക്ട്രോൺ ആകുന്നത്. വാലൻസ് ബാൻഡിൽ പകരം ഒരു വേക്കൻസി വരും, ഒരു ഹോള് വരും. ആ ഹോളിലേക്ക് തൊട്ടടുത്ത ഒരു വാലൻസ് ഇലക്ട്രോണിന് വരാൻ പറ്റും. തൊട്ടടുത്ത വാലൻസ് ഇലക്ട്രോൺ വരുമ്പോൾ വരുന്നത് ആ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ആ വാലൻസ് ഇലക്ട്രോൺ വരുന്ന പൊസിഷനിൽ അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. വീണ്ടും ലെഫ്റ്റ് നിന്ന് ഒരു ഇലക്ട്രോൺ ഈ ഹോളിലേക്ക് വരുമ്പോൾ ആ ഇലക്ട്രോണിന്റെ പ്ലേസിൽ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇലക്ട്രോൺ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇക്വാലന്റ് ആയിട്ട് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് ഹോൾ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു സെമി കണ്ടക്ടറിലെ ടോട്ടൽ കറണ്ട്സ് ഏതൊക്കെയാണ്? അപ്പോ ഒരു സെമി കണ്ടക്ടറിനകത്ത് രണ്ട് ടൈപ്പ്
കറണ്ട് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഇലക്ട്രോൺ കറണ്ട് ഹോൾ കറണ്ട് കൂടെ അതിന്റെ സമ്മാണ് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. അതുപോലെ രണ്ട് ഇഫക്ട്സ് കൊണ്ട് കറണ്ട് ഉണ്ടാകും. ഒന്ന് ഡ്രിഫ്റ്റ് കറണ്ടും മറ്റേത് ഡിഫ്യൂഷൻ കറണ്ടുമാണ്. ഇതിൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. ഒരു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ മൂവ് ചെയ്യപ്പെടുന്നതിനാണ് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നതിനാണ് ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റും ഉണ്ട്. ഡിഫ്യൂഷൻ ഓഫ് ഗേഷ്യസ് പാർട്ടിക്കിൾസ് ഒക്കെ പഠിച്ചത് കോൺസെൻട്രേഷൻ കൂടിയെടുത്ത് കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്തേക്ക് നമ്പർ പെർ വോളിയം നമ്പർ പെർ യൂണിറ്റ് വോളിയം കൂടിയെടുത്ത് കുറഞ്ഞെടുത്തേക്ക് മൂവ് ചെയ്യുന്നതിനാണ് ഡിഫ്യൂഷൻ എന്ന് വിളിക്കുക. ഡിഫ്യൂഷൻ എന്ന് പറയുന്നതിന് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് നോർമലായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൊണ്ട് നടക്കുന്ന പ്രോസസ്സാണ്. കോൺസെൻട്രേഷൻ കൂടിയെടുത്ത് കുറഞ്ഞെടുത്തേക്ക്. ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ഇഫക്റ്റ് ആണ്. അപ്പോ ഈ രണ്ട് കറണ്ട്സിന്റെ സമ്മായിരിക്കും ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. അത് ഇലക്ട്രോൺസിനും ഉണ്ടാകും ഹോൾസിനും ഉണ്ടാകും. നമ്മളിപ്പോ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എടുക്കുമ്പോൾ പി ടൈപ്പും എൻ ടൈപ്പ് ഒക്കെ പറയുമ്പോൾ എൻ ടൈപ്പില് കൂടുതൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്, പി ടൈപ്പിൽ ഹോൾസ് ആണ്. അപ്പോ പി ടൈപ്പോ എൻ ടൈപ്പോ എടുക്കുമ്പോൾ അതുപോലെ ഒരു പി എൻ ജംഗ്ഷൻ എടുക്കുമ്പോൾ അവിടെ നമുക്ക് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടാവും. ഇതുവരെ നമ്മൾ പറഞ്ഞ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മാത്രമാണ്, പ്യുവർ സെമി കണ്ടക്ടർ മാത്രമാണ്, ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഹോൾസ്. ഒരു പി ടൈപ്പ് എടുക്കുമ്പോഴും ഒരു എൻ ടൈപ്പ് എടുക്കുമ്പോഴും ഒരു പി എൻ ജംഗ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഡിഫ്യൂഷൻ കറണ്ട് എന്നാണെന്നുള്ളത് കൂടുതൽ മനസ്സിലാവും. കാരണം പിയിൽ ഹോൾസ് കൂടുതലാണ്, എന്നിൽ ഇലക്ട്രോൺസ് കൂടുതലാണ്. ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഒക്കെ എങ്ങനെയാ വരിക എന്നുള്ളത് മനസ്സിലാവും കൂടുതലായിട്ട്. ഇപ്പൊ രണ്ട് കറണ്ട്സ്, ഡിഫ്യൂഷൻ കറണ്ടും ഉണ്ട്, ഡ്രിഫ്റ്റ് കറണ്ടും ഉണ്ട്. അത് ഹോൾസിനായാലും ഉണ്ട്, ഇലക്ട്രോൺസിനായാലും ഉണ്ട്. ഹോൾസിന്റെ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ട്, ഇലക്ട്രോൺസിന്റെ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ട്. അതുപോലെ ഹോൾസിന്റെ ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ട്, ഇലക്ട്രോൺസിന്റെ ഡിഫ്യൂഷൻ കറണ്ട്. ഇതിൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്ര കൂടുന്നു അത്രയും ഡ്രിഫ്റ്റ് കൂടും, ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടും. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും കണക്റ്റഡ് ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി is directly proportional to the strength of the electric field. ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ വിളിക്കുന്നവരാണ് മൊബിലിറ്റി, മൊബിലിറ്റി മ്യൂ. സോ മൊബിലിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. മൂവ് ചെയ്യാനുള്ള എബിലിറ്റി തന്നെയാണ് ഒരു സെൻസിൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഡിഫ്യൂഷൻ, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ കൂടിയിടുന്ന കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്തേക്കാണ്. ഡെൻസിറ്റി ഗ്രേഡിയന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി ഗ്രേഡിയന്റ്, ഹോൾസ് ആണ്, ഹോൾസിന്റെ ഡെൻസിറ്റി ഗ്രേഡിയന്റ്. അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡിഫ്യൂഷൻ. ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ വിളിക്കുന്നതാണ് ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഡി, ക്യാപിറ്റൽ ഡി. അതിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്, സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൊബിലിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ മൊബിലിറ്റിയുടെ യൂണിറ്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ഇലക്ട്രിക് ഫീൽഡിന്റെ വോൾട്ട് പെർ മീറ്റർ. അപ്പോ മൊബിലിറ്റിയുടെയും ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റിന്റെയും യൂണിറ്റ്സ് നമുക്കറിയാം. ആ റിലേഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡ്രിഫ്റ്റ് സ്പീഡ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി is equal to mu into e, vd proportional to e, so vd is equal to mu into e, where mu is the mobility. അതേപോലെ കറണ്ട് ഡെൻസിറ്റി കാണാനുള്ള റിലേഷൻ നമുക്കറിയാം. കറണ്ട് ഐ, കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് I by A. സോ കറണ്ട് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓംസ് ലോ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. J is equal to N into Q into VD ആണ്. അതിലെ Q ചാർജ് ആണ്, VD ഡ്രിഫ്റ്റ് സ്പീഡ് ആണ്. +2 ലെവലിൽ പഠിക്കുന്ന റിലേഷൻഷിപ്പ് ആണ്. N എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്, നമ്പർ പെർ വോളിയം ആണ്, നമ്പർ പെർ വോളിയം ആണ് കോൺസെൻട്രേഷൻ. നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ്. സോ N into Q into VD, VD ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ N into Q into mu into E എന്ന് കിട്ടും.
ഓൾറെഡി ഓംസ് ലോയുടെ വേറൊരു ഫോം ആണ് J is equal to sigma എന്ന് പറയുന്നത്. V is equal to IR എന്ന് പറയുന്നത് ഇക്വാലന്റ് ആയിട്ടുള്ള ഫോം ആണ്. J is equal to sigma E എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അനദർ ഫോം ഓഫ് ഓംസ് ലോ. അപ്പോൾ J is equal to sigma E എന്ന് നമുക്കറിയാം, ഓംസ് ലോ അറിയാം. അതുപോലെ J is equal to N into Q into mu into E എന്ന് കിട്ടും. ഈ രണ്ട് റിലേഷൻസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് സിഗ്മ is equal to N into Q into mu എന്ന് കിട്ടും. So conductivity depends on mobility, charge, concentration, number per volume. So sigma is equal to N into Q into mu. നമ്മളൊരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഹോൾസും ഈക്വൽ ആണ്. അതിനെയാണ് നമ്മൾ NI എന്ന് വിളിച്ചത്, ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. അപ്പൊ സിഗ്മയുടെ എക്സ്പ്രഷൻ NI into Q into mu n plus mu p. mu n plus mu p. mu n എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ മൊബിലിറ്റി ആണ്. mu p എന്ന് പറയുന്നത് ഹോൾസിന്റെ മൊബിലിറ്റി ആണ്. mu n ഫ്രീ ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി, mu p ഹോൾസിന്റെ മൊബിലിറ്റി. കാരണം രണ്ടിനും രണ്ട് മൊബിലിറ്റി ആണ്, രണ്ടിനും രണ്ട് ഇഫക്റ്റീവ് മാസ് ആണ്. സോ രണ്ടിനും രണ്ട് മൊബിലിറ്റി ആണ് ഉണ്ടാകുന്നത്. അപ്പോ ഒരു സെമി കണ്ടക്ടീവ് മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വെറുതെ അതിനകത്തുള്ള കാരിയർ കോൺസെൻട്രേഷൻ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഹോൾസിന്റെയും ഇലക്ട്രോൺസിന്റെയും മൊബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഹൈലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അപ്പോൾ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൾസോ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തെർമൽ അജിറ്റേഷൻ വഴി കാരിയേഴ്സിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു, ഫ്രീ ഇലക്ട്രോൺസിന്റെ നമ്പർ, ഹോൾസ് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൾസോ. അപ്പോൾ ടെമ്പറേച്ചർ ഗുണം സ്വാഭാവികമായിട്ട് NI കൂടി കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടും. സോ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി സിഗ്മ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ, അതുപോലെ മൊബിലിറ്റി. ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ NI, മൊബിലിറ്റി mu. ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ മൊബിലിറ്റി രണ്ടിന്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആയിരിക്കും, NI ആയിരിക്കും ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ NI കൂടുന്നത് കൊണ്ട് തന്നെ ജെർമേനിയത്തിന്റെയും സിലിക്കണിന്റെയും കണ്ടക്ടിവിറ്റിയും കൂടും. പെർ ഡിഗ്രി സെൽഷ്യസ് ജെർമേനിയത്തിൽ 5% കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. സിലിക്കൺ ആണെങ്കിൽ 7% പെർ ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യും കണ്ടക്ടിവിറ്റി. അതിന്റെ കാരണം NI ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അപ്പൊ നമ്മള് ഡ്രിഫ്റ്റ് കറണ്ടിന്റെയും ഡിഫ്യൂഷൻ കറണ്ടിന്റെയും ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കറണ്ടിന്റെയും ഡ്രിഫ്റ്റ് കറണ്ടിന്റെയും സം ആയിരിക്കും. ഇപ്പൊ പി ടൈപ്പും N ടൈപ്പും പറഞ്ഞിട്ടില്ല, നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിലും. ഇപ്പൊ പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് JP is equal to Q. Q എന്ന് പറയുന്ന ചാർജ് ആണ്. P എന്ന് പറയുന്ന ഹോൾസിന്റെ കോൺസെൻട്രേഷൻ, mu p എന്ന് പറയുന്നത് മൊബിലിറ്റി ഓഫ് ഹോൾസ്, ഈ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. dP എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഹോൾസ്. dP by dx, d by dx of small p എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഹോൾസിന്റെ. ഇപ്പൊ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി JP എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ്, ഫസ്റ്റ് ടേം ഡ്രിഫ്റ്റ് കറണ്ട് ആണ് ഹോൾസിന്റെ, സെക്കൻഡ് ടേം ഡിഫ്യൂഷൻ കറണ്ട് ആണ്, രണ്ടിന്റെയും ടോട്ടൽ ആണ്. സോ JP is equal to QP mu p into E minus QdP into d by dx of p എന്ന്. അതേപോലെ ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ എഴുതുകയാണെങ്കിൽ JN is equal to QN mu n E plus QDN dN by dx എന്ന് വരും. അതിൽ N എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. N ടൈപ്പിനകത്ത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. സോ അതിന്റെ കോൺസെൻട്രേഷൻ ആണ് N. mu എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി, ഫ്രീ ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി. ക്യാപിറ്റൽ DN ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഇലക്ട്രോൺസ്. അതുപോലെ d by dx of N എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് in N type semiconducting material. Einstein relationship for a semiconductor.
ഈ മൊബിലിറ്റിയും ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റും റിലേറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്, റിലേഷൻഷിപ്പ് ആണ് ഐൻസ്റ്റീൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം. മൊബിലിറ്റി കൂടുന്നതനുസരിച്ച് ഡിഫ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഒരു ചാർജിന്, ഒരു ചാർജ് കാരിയറിന്, അത് ഇലക്ട്രോൺ ആയാലും ഹോൾ ആയാലും മൊബിലിറ്റി കൂടുന്നതനുസരിച്ച് ഡിഫ്യൂസ് ചെയ്യാനുള്ള അതിന്റെ ടെൻഡൻസി ഇൻക്രീസ് ചെയ്യും. അപ്പൊ അത് രണ്ട് റിലേറ്റ് ചെയ്യുന്ന, മൊബിലിറ്റിയും ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റും റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷനെയാണ് നമ്മൾ ഐൻസ്റ്റീൻ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത് ഒരു സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം. ആ റിലേഷൻഷിപ്പ് ഇതാണ്: dp by mu p is equal to dn by mu n is equal to kt by q is equal to vt. ഇതിൽ dp ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഹോൾസ്, mu p എന്ന് പറയുന്നത് അതിന്റെ മൊബിലിറ്റി, dn ഇലക്ട്രോൺസിന്റെ, ഫ്രീ ഇലക്ട്രോൺസിന്റെ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ആണ്, mu n എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി ആണ്, ഈക്വൽ ടു kt by q is equal to Vt, which is a constant. K Boltzmann constant ആണ്, Q charge ആണ്, electronic charge ആണ്, T temperature in Kelvin scale ആണ്. So at a particular temperature, dp by mu p is equal to dn by mu n is equal to kt by q is a constant, is equal to Vt. അതിന്റെ യൂണിറ്റ് dp by mu p അല്ലെങ്കിൽ dn by mu n എടുത്തു കഴിഞ്ഞാൽ kt by q എടുത്തു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ്. സോ വി ടി എന്ന് പറയുന്നത് തെർമൽ വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ വോൾട്ടേജ് ഇക്വാലന്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയും. കെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്, ക്യൂ ഇലക്ട്രോണിക് ചാർജ് ആണ്, അപ്പോൾ ടി മാത്രമേ അതിനകത്ത് ഉള്ളൂ. അപ്പോൾ ടി വേരി ചെയ്യുമ്പോൾ കെ ടി ബൈ ക്യൂ വേരി ചെയ്യും. ടിയുടെ യൂണിറ്റ് കെൽവിൻ ആണ്, കെൽവിൻ സ്കെയിലാണ്. സോ ഡി പി ബൈ മ്യൂ പി അല്ലെങ്കിൽ ഡി എൻ ബൈ മ്യൂ എൻ അല്ലെങ്കിൽ ഡി ബൈ മ്യൂ എന്ന് പറയുന്നത് വി ടി ആണ്, തെർമൽ വോൾട്ടേജ് എന്ന് വിളിക്കാം നമുക്ക്. So d by mu is a constant. So mu കൂടുമ്പോൾ d കൂടും at a particular temperature. സ്വാഭാവികമായിട്ട് d by mu എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. Vt ആണ് നമ്മൾ തെർമൽ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ടിയുടെ വാല്യൂ റൂം ടെമ്പറേച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 300 കെൽവിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് Vtയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 25 മില്ലി വോൾട്ട് എന്ന് കിട്ടും. 25 മില്ലി വോൾട്ട്. അപ്പൊ d by mu യുടെ യൂണിറ്റ് വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ് kt by q. kt by q ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Vt ആണ് കിട്ടുക. Vt നമ്മൾ തെർമൽ വോൾട്ടേജ് എന്ന് വിളിക്കുക. ഡയോഡിന്റെ ഇക്വേഷൻ ഒക്കെ എഴുതുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് Vt അല്ലെങ്കിൽ kt by q എന്ന് പറയുന്നത്.